നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പാകിസ്ഥാനും ചൈനയും പരിധിയിൽ വരും. ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗത്തിൽ ലക്ഷ്യം കാണും. പറഞ്ഞു വരുന്നത് ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകതകളാണ്. അടുത്ത തലമുറ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് 2വിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കര, നാവിക, വ്യോമസേനകൾക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് നിർമ്മിക്കുന്നത്. റഷ്യയുടെ കരുത്തുറ്റ എഞ്ചിൻ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ ദിശാനിയന്ത്രണ സംവിധാനങ്ങളും കോർത്തിണക്കിയാണ് ഇതിൻ്റെ നിർമ്മാണം. വേഗതയ്ക്കും ദൂരപരിധിക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതാണ് ബ്രഹ്മോസ് 2. ശബ്ദത്തെക്കാൾ 8 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയും. നിലവിലെ ബ്രഹ്മോസ് മിസൈലിനേക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗമാണിത്. ആദ്യകാല ബ്രഹ്മോസ് മിസൈലുകളുടെ പരിധി 300 കിലോമീറ്റർ ആയിരുന്നു. പിന്നീട് ഇതിൻ്റെ ശേഷി വർദ്ധിപ്പിച്ച് 800 കിലോമീറ്റർ വരെ പരിധി വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമെൻറ്റിൽ അഥവാ MTCRൽ അംഗമായതോടെയാണ് ദൂരപരിധി വർദ്ധിപ്പിക്കാനുള്ള സാങ്കേതിക തടസ്സം മാറിക്കിട്ടിയത്. 600 മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ബ്രഹ്മോസ് 2വിന് സാധിക്കും. മിനിറ്റുകൾക്കുള്ളിൽ 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലിനെ കണ്ടെത്താനോ തകർക്കാനോ സമയം ലഭിക്കില്ല. കരയിൽ നിന്ന്, കടലിൽ നിന്നും, ആകാശത്തു നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലാണ് മിസൈൽ വികസിപ്പിക്കുന്നത്. ഇതോടെ കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 വിഭാഗങ്ങൾക്കും ഒരേ ആയുധ സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ 3 രീതിയിലും ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതിനാൽ തന്നെ അതിർത്തി പ്രദേശങ്ങളിലെ വാഹനാധിഷ്ഠിത ലോഞ്ചറുകളിൽ നിന്നും പെട്ടെന്ന് ആക്രമണം നടത്താൻ രാജ്യത്തിന് കരുത്തുണ്ടാവും. സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിൽ നിന്ന് ശത്രു രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് തൊടുക്കാം. യുദ്ധക്കപ്പലുകളിൽ ഘടിപ്പിച്ച് കടലിലെ വിദൂര ലക്ഷ്യങ്ങളെ തകർക്കാനും സ്വന്തം ഫ്ലീറ്റ് സുരക്ഷിതമാക്കാനും സാധിക്കും. നിലവിലെ വിലയിരുത്തലുകൾ അനുസരിച്ച് മിസൈലിന് മുൻഗാമിയേക്കാൾ ഭാരം കുറവായിരിക്കും. നിലവിൽ വ്യോമസേനയുടെ പക്കലുള്ള ബ്രഹ്മോസ് NG മിസൈലിന് 2.65 ടണ്ണാണ് ഭാരം. എന്നാൽ ഹൈപ്പർസോണിക് ബ്രഹ്മോസ് 2വിന് 1.33 ടൺ മാത്രമാകും ഭാരമുണ്ടാകുക. ഇത് കൂടുതൽ ആയുധങ്ങൾ യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. ആദ്യഘട്ട പരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഇവ സേനയുടെ ഭാഗമാകും. നിലവിൽ റഷ്യ വികസിപ്പിക്കുന്ന 4ാം തലമുറ യുദ്ധക്കപ്പലുകളിലും ഈ മിസൈൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രഹ്മോസ് 2വിൻ്റെ വികസനത്തിലെ നിർണായക ഘടകമാണ് അതിൻ്റെ പ്രൊപ്പൽഷൻ സംവിധാനം. അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ഉപയോഗിച്ച് ഇന്ധനം കത്തിക്കുന്ന സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യയാണ് മിസൈലിൽ ഉപയോഗിക്കാൻ ലക്ഷ്യമിടുന്നത്. അതിവേഗ ഹൈപ്പർസോണിക് പറക്കലിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നതിൽ ഈ സാങ്കേതിക വിദ്യ നിർണായകമാണ്. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനവും ഉപഗ്രഹ അധിഷ്ഠിത ട്രാക്കിങ്ങും മിസൈലിന്റെ കൃത്യത വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ഗൈഡ് ചെയ്യാനുള്ള ശേഷി ഇതിലൂടെ മെച്ചപ്പെടുത്താനാകും. വേഗത, ദൂരപരിധി, കൃത്യത, 3 സേനകൾക്കും ഉപയോഗിക്കാനാകുന്ന സൗകര്യം എന്നിവയാണ് ബ്രഹ്മോസ് 2 പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. എന്നാൽ മിസൈലിന്റെ അന്തിമ വേഗത, ദൂരപരിധി, എഞ്ചിൻ സാങ്കേതിക വിദ്യ എന്നിവ വികസനവും പരീക്ഷണങ്ങളും പൂർത്തിയായ ശേഷമേ സ്ഥിരീകരിക്കാനാകൂ. പദ്ധതി വിജയകരമായാൽ ദീർഘദൂര ഹൈപ്പർസോണിക് ആയുധശേഷിയിലേക്ക് ഇന്ത്യ നടത്തുന്ന നിർണായക മുന്നേറ്റമായി ബ്രഹ്മോസ് 2 മാറും. മിസൈലിന്റെ പ്രധാന ഭാഗമായ സ്ക്രാംജെറ്റ് എഞ്ചിന്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ പൂർത്തിയായിരുന്നു. അതിനാൽ തന്നെ മിസൈലിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് പ്രധാന നഗരങ്ങളിലേക്കോ സൈനിക കേന്ദ്രങ്ങളിലേക്കോ ഉള്ള ദൂരം 150 മുതൽ 600 കിലോമീറ്റർ വരെയായി കണക്കാക്കിയാൽ വിക്ഷേപിച്ച് 1 മുതൽ 4 മിനിറ്റിനുള്ളിൽ മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തും. അതിർത്തിയിലെയും തെക്കൻ ടിബറ്റ് മേഖലയിലെയും തന്ത്രപ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ദൂരം 500 മുതൽ 1500 കിലോമീറ്റർ അടിസ്ഥാനമാക്കിയാൽ 3 മുതൽ വെറും 10 മിനിറ്റിനുള്ളിൽ എത്തുവാനും ഇതിൽ സാധിക്കും.